മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞ സംഭവം. KSRTC ഡ്രൈവറുടെ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക്. ഈ മേയർ ഒരു KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു വിഷയമുണ്ട്, അറിയാമല്ലോ, കേസായത്. അപ്പോൾ യദുവിൻ്റെ നാടാണ് വെള്ളയാണി. അപ്പോൾ ശരിക്കും യദുവിന് തെറ്റൊന്നുമില്ല. ഇത് അതിൽ നോക്കിയിട്ട് മേജർക്കാണ് അതിൻ്റെ തെറ്റത്രയും. നാട്ടുകാരൻ ഞാൻ പൂവച്ചിലുള്ളതാണ്, നമ്മൾ വാർത്ത കേട്ടോണ്ടിരിക്കുന്നതാണ്. യദു തെറ്റുകാരനല്ല, മേയറുടെ ഭാഗത്താണ് തെറ്റ്. മേയറാണ് ശരിക്കും തെറ്റ്. മേജർ പിടിച്ചതും ഏത് തെറ്റുകാരനല്ല. കേസ് ഇപ്പം നിലവിൽ കൊടുത്തിട്ടുണ്ട്, മേയർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് മേജർക്ക് തന്നെ കേസ് വരാനുള്ള ഏതു അത് നിരവധി വിഷയമുണ്ട്, അറിയാമല്ലോ. ഇടയ്ക്ക് ബസ് തടഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തുകാരനാണ് ഡ്രൈവർ യദു. ശരിക്കും ആ കേസിൽ ആർക്കാണ് ശരിക്കും പ്രയോറിറ്റി ഉള്ളത്? യദുവിനാണ്. ഞാൻ കണ്ണൂരാണ്. മേയറുടെ ഒരു പ്രവർത്തനത്തിൽ CPM ഗുണ്ടായിസം ആ രീതിയിലുള്ള പ്രവർത്തനം. വേറെ ആ ഒരു സ്റ്റൈലിലാണ് വണ്ടി പുള്ളി ഒരു MLA അല്ലേ, അതിന്റെ മാന്യത കാണിക്കണ്ടേ? അപ്പോൾ ജനങ്ങളെങ്ങനെ ദ്രോഹിക്കുക, അതാണ് ഇതിന് പരിപാടി. അത് കേസെടുക്കാൻ വേറെ ഒരുപാട് വഴി ഉണ്ടായിരുന്നിട്ട് അവർ ബസ് തടഞ്ഞിട്ടത് ശരിയാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്രയും വിവരമുള്ള മേയർ ഇങ്ങനെ കാണിക്കുമ്പോൾ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് പോലും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. മേയർ പിന്നെ ഡ്രൈവർ KSRTC ബസ് തടഞ്ഞിട്ടു, മേയർ രാജിവെക്കണമെന്ന് അഭിപ്രായം ഉണ്ടോ? ഇതിന് നിസ്സാര ഗ്യാസിന് വേണ്ടി രാജിവെക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഈ മേയറുടെ കാര്യം എന്താ, അതിൽ എത്ര കൊണ്ട് സത്യങ്ങളുണ്ടെന്ന് ആർക്കറിയില്ല. അത് മേയർ ചോദിച്ച ചോദ്യങ്ങളും അവന് മറുപടി പറയാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നീട് ആൾക്കാർ കൂടിയപ്പോഴാണ് സംസാരം തുടങ്ങിയത്. അതുവരെ ഒന്നും മിണ്ടാതിരുന്നവനാണ്. അപ്പം ഈ ഒരു കേസിന് വേണ്ടി അവർക്ക് തമ്മിൽ സംസാരിച്ച് തീർക്കുന്ന പ്രശ്നത്തിന് ഇത്രയും ജനങ്ങളെ അഭിപ്രായ വ്യത്യാസം വിട്ടികളാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഇന്ന് വേണമെങ്കിൽ ആവാന്നേ ഉള്ളൂ. പിന്നെ പൊതുവേദിയിൽ രണ്ടുപേർക്കും മാപ്പ് പറയാൻ അർഹതയുണ്ട്. കേസാക്കി അവന് അത് രാഷ്ട്രീയ കളിയാണ് കേസാക്കിയത്, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ കേസ് കൊടുത്തതല്ല. രാഷ്ട്രീയ കളിയാണ് അതിന് കേസ് കൊടുക്കാൻ കാരണം, അല്ലാതെ സ്വന്തം അഭിപ്രായത്തിൽ വെച്ച ഒരു സർക്കാർ ജീവനക്കാരനാണ്. അത് സർക്കാർ അതേ ഇതിൽപ്പെട്ടതാണ് മേയർ. അപ്പം അവർ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും ആരെ ഭാഗത്തോ തെറ്റാണെന്ന് ഇപ്പം പൊതുജനത്തിന് അവിടെ കണ്ട ജനങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. നമ്മൾ മീഡിയയിൽ വഴി കണ്ടതേ ഉള്ളൂ. മീഡിയ നമ്മൾ പലവരും പല ചാനലുകാരും പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ എത്രയാണെന്ന് സത്യസന്ധമായിട്ട് അപ്പോൾ ഈ നടന്ന മേയർക്കും അറിയാം, ഡ്രൈവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേണമെങ്കിൽ അവർക്ക് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനുള്ള കേസേ ഉള്ളൂ. അതിനുവേണ്ടി ബസ്സിനെ ചേസ് ചെയ്ത് വന്ന് തടഞ്ഞിട്ടു എന്നാണ് കേസ്. ബസ്സിനെ തടഞ്ഞില്ല, അവർ സീനലിൻ്റെ അവിടെ എത്തിയപ്പം വണ്ടി കൊണ്ട് കിട്ടുന്നതാണ് കണ്ടത്. അപ്പോൾ അതാണ് ആ സീനൽ ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അതിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ രണ്ട് പാർട്ടിക്കാരാണ് അത് വരും. എതിർ പാർട്ടിയാണ് ഡ്രൈവർ. അപ്പോൾ അതുകൊണ്ട് സംസാരിച്ച് തീർക്കാനുള്ള ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത് രാഷ്ട്രീയ പ്രകൃതമാണ്. അതുകൊണ്ട് രാജിവെക്കുന്നത് ഒരാൾക്ക് വേണ്ടി ഒരു വേറെ രാജിവെക്കുന്നതിൻ്റെ ആവശ്യമില്ല, അഭിപ്രായമില്ല. മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. രാജിവെക്കേണ്ടി വരും. മേയർ രാജിവെക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ അത് സത്യം പുറത്ത് വരേണ്ട കേസാണ്. കേസെടുത്തിട്ടുണ്ട്, കോടതി തെളിയിക്കപ്പെടേണ്ടതാണ്. അതെ, കോടതി തെളിയിക്കപ്പെടണം. ശരിക്കും ഈ ഭാഗത്തെ ഡ്രൈവറിന്റെ ഭാഗത്താണോ അതോ മേയറുടെ ഭാഗത്താണോ ശരിക്കും വീഴ്ച പറ്റിയത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പറയല്ലേ. മേയർ തെറ്റിയതെന്ന് പിന്നെ മേയർ ബസ്സിനെ കൊണ്ട് തടഞ്ഞിട്ടു എന്നാണ് കേസ്. ഡ്രൈവർ അത് പറയുകയും ചെയ്യുന്നുണ്ട്. മേയർക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മേയർ എന്നല്ല, ആരും അങ്ങനെ ബസ്സിനെ തടയാൻ പാടില്ല എന്നാണ്. പിന്നെ യാത്ര മുടക്കി. അതെ, യാത്ര. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഈ പണിമുടക്ക് സമയത്ത് ബസ്സിനെ തടയുന്നതും അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം അതിങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നതിൽ ഒരു അതെ രാഷ്ട്രീയ പ്രേരിതം ഉണ്ട്. അല്ലാതെ പക്ഷേ മേയർ ചെയ്തത് തെറ്റാണ്, ബസ് തടയാൻ പാടില്ല. ഇത്രയും പക്വതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു അല്ലേ? ബസ്സിനെ തടഞ്ഞിടേണ്ട കാര്യമില്ല.
പിന്നെ ഡ്രൈവറിലും തെറ്റുണ്ട്. ഇപ്പോൾ 1-2 പേര് പിന്നെ പുള്ളിയുടെ ഇതിനു മുമ്പേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഓരോരുത്തർ പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തും തെറ്റുണ്ട്. ശരിക്കും രാഷ്ട്രീയ പ്രേരിതമാണിത്. രാഷ്ട്രീയം ഈ സംഭവിച്ചത് ആദ്യം രാഷ്ട്രീയമല്ല, പക്ഷേ ഇപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് മാറി. 2 രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തു. മേയറുടെ പാർട്ടിയുണ്ട്, തൊട്ടിപ്പുറത്ത് പ്രദേശ പാർട്ടികളുണ്ട്. പ്രശ്നം ഇത്രയും പബ്ലിസിറ്റി കിട്ടാനും കാരണം അത്രേ ഉള്ളൂ. യദുവിനെ അറിയാമോ? നേരിട്ട് അറിയാമോ? ഇല്ല ഇവിടെ വെള്ളയാണിക്കാരനാണ്. ഇല്ല ഈ ഭാഗത്തുള്ള നേരിട്ട് അറിയില്ല. നേരത്തെ പുള്ളിയുടെ പേരിൽ പല ഇതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഓരോരുത്തരങ്ങനെ പറയുന്നു. പല അലിഗേഷൻ പറയുന്നു. ഒരു വിഷയം വരുമ്പം പല അലിഗേഷനും പറയും ആൾക്കാർ. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല അലിഗേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നീ കോടതിയിൽ സത്യം തെളിയിക്കട്ടെ. കോടതി കേസായി നീ തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. KSRTC ഡ്രൈവർ ഉണ്ടല്ലോ യദുവിൻ്റെ വീട് ഇതിനടുത്താണ്. അപ്പം യദുവിനെ കണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ ഒരു അഭിപ്രായം, യദുവിൻ്റെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം, അപ്പം ഈ ബസ് തടഞ്ഞിട്ടത് ഇപ്പോൾ യദു കേസ് കൊടുത്തിരിക്കുകയാണ്. KSRTC ഡ്രൈവറെ തടഞ്ഞു എന്നുള്ള. മേയറും കേസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് എന്ത് സംഭവിക്കും ഇനി? പറയാൻ പറ്റില്ല. അധികാരികൾ തീരുമാനിക്കട്ടെ എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റിയിലൊക്കെ ഓടുന്ന വാഹനമാണ്. അപ്പം നമുക്ക് ആരുമായിട്ട് ഒരു ശത്രുത ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും രീതിയിൽ നമ്മളെ വഴിയിൽ തടഞ്ഞിട്ടാൽ മതി. അല്ലെങ്കിൽ ഉമ്മാർക്കാർക്കും കണ്ടു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അവർ കുത്തിക്കുറിക്കും. അത് പേടിച്ചിട്ടാണ് ആരും ഒന്നും പറയാത്തത്. നമുക്ക് ശരിക്കും ഭയപ്പെട്ട് വാഹനം ഓട്ടിക്കുന്നവർക്ക് ഒന്നും പറയാൻ പറ്റും. ഭയപ്പെട്ട് ജീവിക്കുകയാണ് ഇവിടെ, അല്ലേ? അല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്തെങ്കിലും പ്രതികരിക്കുന്നവരെ അവർ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കും. അത് ഒരു പാർട്ടി എന്നുള്ള ഏത് പാർട്ടിയാണ് ആ രീതിയിൽ പ്രതികരണ ശേഷി ഇല്ലാതെ പോയി ആൾക്കാർ പേടിച്ച് ഒതുങ്ങുകയാണ്. നമുക്ക് കുടുംബമായിട്ടൊക്കെ താമസിക്കുകയല്ല. അല്ലാത്തവർക്ക് എന്ത് രീതിയിലും പ്രവർത്തിക്കാം. നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാനൊക്കില്ല. പ്രവർത്തിച്ചാൽ നമ്മൾ വീട്ടിലായി. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, എൻ്റെ സ്ഥലം ഇവിടെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. ടിക്കറ്റ് ഇട്ടോണ്ടിരിക്കും. ബസ് വന്നില്ലേന്ന് ചോദിച്ചു. വിഷയം അറിയാമല്ലോ. മേയർ ആര്യ രാജേന്ദ്രൻ നമ്മളെ തലസ്ഥാനത്തിൻ്റെ വളരെ പ്രായം കുറഞ്ഞ ഒരു മേയറാണ്. പക്ഷേ ആ ഒരു പക്വതക്കുറവ് ഇപ്പോൾ അടുത്തിടെ ഉണ്ടായി എന്ന് എല്ലാവരും പറയുന്നു. ഒരു ബസ് തടഞ്ഞിട്ട് എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. കൊച്ചി ചെയ്ത് തെറ്റാണെന്നുള്ളത്. തെറ്റാണത്, തെറ്റ് തന്നെയാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കണ്ടു, തെറ്റ് തന്നെ. അങ്ങനെ വണ്ടി കൊണ്ടൊന്ന് പുറത്തേറ്റിട്ട് വണ്ടി ഓടിച്ചിട്ട് ആളെ മോശമായിട്ട് പറഞ്ഞത്. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ശരിക്കും അതിനകത്ത്? അങ്ങനെ അയാൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അപ്പോൾ അയാൾക്കെതിരെ മേയർ കേസ് കൊടുത്തിട്ടുണ്ട്. മേയർക്കെതിരെ ഡ്രൈവറും കേസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മേയർ എന്തെങ്കിലും പറഞ്ഞു എന്നാണെങ്കിൽ വണ്ടി കുറുകെ തടഞ്ഞിട്ട് മേയർ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. എന്തൊക്കെ പറയുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി. അതൊന്നും ഞാൻ കേട്ടില്ല വാർത്തയിൽ. അതും കേട്ടില്ല. പക്ഷെ അത് ചെയ്ത് തെറ്റാണത്. വാഹനം തടഞ്ഞിട്ടിട്ടല്ല നടപടി എടുക്കേണ്ടത്. അതിന് നിയമപരമായ വേറെ സംവിധാനങ്ങളുണ്ട്. അതിപ്പോ പാർട്ടിക്കാർക്കാണ് കുറ്റങ്ങൾ പറയുന്നത്. പാർട്ടി ഇത് വെച്ചാണ് ഈ കൊച്ചിങ്ങനെ കാണിച്ചെന്നാണ് പറയുന്നത്. പാർട്ടിയുടെ അധികാരം വെച്ചിട്ട്. പാർട്ടി മേയർക്ക് ഇങ്ങനെ വണ്ടി തടഞ്ഞിടാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ തടയും? തടയേണ്ട ആവശ്യമില്ല. അത് അവരെന്തെങ്കിലും മോശമായിട്ട് അവരെ സംസാരിച്ചെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം. അല്ലെങ്കിൽ അവരെ വണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും അവര് മറ്റെന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്തത് ഒരു തെറ്റായിപ്പോയി. ചെയ്യാൻ പാടില്ല. തെറ്റാണ്. എല്ലാവരും പറയുന്നത്, കൊച്ചുകുട്ടി വരെ പറയുന്നത് തെറ്റാണ്. ഒരു തലസ്ഥാനത്തിന് ഒരു പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു വനിതാ മേയർ വരുമ്പോൾ എല്ലാവർക്കും അതൊരു മോശപ്പേര് കിട്ടിയില്ലേ? കിട്ടി. നമ്മൾ തിരുവനന്തപുരത്ത് ഉള്ളവരെ മറ്റുള്ളവർ പുറത്തുള്ള ആൾക്കാർ തിരുവനന്തപുരത്തിനെ ഒരു മോശമായിട്ട് പറയല്ലേ? പാർട്ടിക്കാരാണ് പറയുന്നത്. പാർട്ടി രീതി വെച്ചല്ലേ കുട്ടി ജയിച്ചത്. അപ്പോൾ പാർട്ടി രീതി വെച്ചാണ് ഈ മോള് ജയിച്ച് ഇങ്ങനെ മേയറായത്. അപ്പോൾ പാർട്ടിക്കാരെ തന്നെ അവർ കുറ്റം പറയുന്നത്. പാർട്ടി രീതി വെച്ചാണ് കൊച്ചു വണ്ടിയൊക്കെ തടഞ്ഞെന്നാണ് പറയുന്നത്. പാർട്ടിയുടെ അധികാരം വെച്ചിട്ട് ഇനി പാർട്ടിക്കാരെ രക്ഷിക്കും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാത്തിരിക്കുക. ലേറ്റസ്റ്റ് ഇഷ്യൂ നമ്മളെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബസ് തടഞ്ഞിട്ട സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. അത് മറ്റേ യദുവിനെ കുടിക്കിയതല്ലേ? അതിൽ ഞാൻ സംശയമുള്ളത്.
എങ്ങനെ കുടിക്കുന്ന കുടിക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇന്ന് ഇപ്പോൾ വാർത്തയിൽ വന്നിട്ടുണ്ടല്ലോ അവർ മെമ്മറി കാർഡ് അവർ മാറ്റിയത് മെമ്മറി കാർഡ് സ്വാധീനം കൊണ്ട് അത് മാറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യദുവിനെ കേസിൽ പ്രതിയാക്കി പുള്ളിയുടെ ജോലി പോയെന്നാ പറയണേ. അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ല, ജോലിയെ കുറിച്ച് എന്താണെന്ന് അറിയില്ല. അത് എന്തായാലും ജോലി കളയാനല്ല അവർ ശ്രമിക്കുള്ളൂ. എന്തായാലും ജോലി കളയാനേ അവർ ശ്രമിക്കുള്ളൂ. കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാവുന്നതാണ് പാർട്ടിയുടെ സ്വാധീനം വെച്ച് അവർ കളിക്കുന്നത്. ഞാനൊരു പാർട്ടി അനുഭാവിയൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ് അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ മേയറുടെ അധികാര പരിധി വെച്ചിട്ട് ദുരുപയോഗം ചെയ്തെന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് കേസെടുപ്പിക്കാൻ വേറെ ഒരുപാട് വഴിയുണ്ടല്ലോ. ഒരുപാട് വഴികളുണ്ടായിരുന്നു. അത് അവരെ ദുരുപയോഗം ചെയ്തതാണ്. അത് നമ്മളെ നാടിനെ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് നാണക്കേടാണ്. തീർച്ചയായിട്ടും നാണക്കേട് തന്നെയാണ്, സംശയമില്ല. ആ കാറിലിരുന്നുകൊണ്ട് തന്നെ ഒരു കേസെടുപ്പിക്കേണ്ട ഒരു കാര്യം അതും ഈ ബസ്സിന് കുറുകെ ചെയ്ത് പിടിച്ചു. എന്നിട്ട് അവര് അങ്ങയുടെ അസഭ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലാതെ ആളെ പേടിക്കും. ഇതിപ്പോൾ ഒരു മേയർ എന്നുള്ളൊരു ഇത് എല്ലാ മേയർമാർക്കും ഒരു നാണക്കേട് തന്നെ ആക്കിയത്. സംസ്ഥാനത്തെ എല്ലാ മേയർമാർക്കും ഒരു നാണക്കേടാണ് തിരുവനന്തപുരം മേയർ. തലസ്ഥാനത്തിന് അപമാനമാണ് എന്ന് പറയാൻ പറ്റും. അതെ രാജിവെക്കേണ്ടി വരുമോ? അല്ല, അതിനെക്കുറിച്ച് അതിപ്പോൾ നമ്മളിപ്പോൾ രാജിവെക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിൻ്റെതായ മുറക്ക് നടക്കുമെന്ന് വിചാരിക്കുന്നു. കോടതി കേസെടുത്തിട്ടുണ്ട്. അതെ, അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെതായ കോടതി നിയമപരമായിട്ട് കൈകാര്യം തെളിയിക്കപ്പെടട്ടെ. കേസ് തെളിയിക്കപ്പെടണം, എങ്കിലേ രാജിയുടെ കാര്യം വരുന്നുള്ളൂ. അതെ അതെ, തലസ്ഥാനത്തിന് അപമാനം എന്നുള്ള അഭിപ്രായത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ. പിന്നെ പാർട്ടിക്കും, തലസ്ഥാനത്തിന് മാത്രമല്ല പാർട്ടിക്കും അപമാനമാണ്. പാർട്ടി ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വേറൊന്നുമില്ല, നമ്മളെ മേയർ ഇഷ്യൂ അറിയാമല്ലോ. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ യദുവിൻ്റെ നാട് ഇവിടെ അടുത്താണ്, വെള്ളയാണി. അപ്പോൾ ശരിക്കും എന്താണ് അതിനകത്ത് സംഭവിച്ചത്? മേയർ സംഭവത്തിൽ എന്താ സംഭവിച്ചത്? യദുവിന്റെ സൈഡിലാണോ ന്യായം എന്നാണ് ചേട്ടൻ അറിയേണ്ടത്. യദുവിന്റെ സൈഡിലാണ് ന്യായം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, അതായത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് പരാതി, മേയറുടെ പരാതി. അതെ, മേയറുടെ പരാതി. പക്ഷെ ഇപ്പോൾ എന്തോ അതിന്റെ മെമ്മറി കാർഡൊക്കെ നഷ്ടപ്പെട്ടു. അതെ, മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് മേയറാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയറിനെ ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യദുവിൻ്റെ സൈഡിൽ യാതൊരു ന്യായമുണ്ടെന്ന് തോന്നുന്നില്ല. അയാളുടെ നിലവാരവും സംസാരവും കേൾക്കുമ്പോൾ ഒരു തനി ഒരു നിലവാരം കുറഞ്ഞൊരു BJP പ്രവർത്തകൻ്റെ സംസാരം മാത്രമായിട്ട് തോന്നുള്ളൂ. രാഷ്ട്രീയ പ്രേരിതമാണ് അയാളുടെ നിലപാടുകളൊക്കെ. അയാളുടെ പിന്നിൽ പാർട്ടിയുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. കേസ് ഇപ്പം കോടതിയിൽ കേസുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മേയർ കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്തിട്ടുണ്ട്. അത് എന്താന്ന് തെളിയിക്കട്ടെ, കോടതി തെളിയിക്കട്ടെ. എങ്കിലും ഇയാള് ന്യൂസ് ചാനൽ റൂമുകളിലൊക്കെ വന്നിരുന്നിട്ട് സ്ത്രീകൾക്ക് എതിരായിട്ട് നടത്തുന്ന പരാമർശങ്ങളൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. വേറെയും കുറെ പരാതികൾ ഏതൊക്കെയോ സ്ത്രീകളെ മുൻപോക്കി കാണിച്ചെന്നോ എന്തൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ. ശരിക്കും ആളെങ്ങനെയാ പുള്ളിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയൊന്നുമില്ല. ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അത് കണ്ടിട്ട് വളരെ നിലവാരം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. യാതൊരു വിധ KSRTCയിൽ ഇരിക്കേണ്ട യോഗ്യത പോലും അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയേണ്ടത് പറഞ്ഞല്ലോ. ഈ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മേയർ ഒരു പെൺകുട്ടിയാണ്, ഒരു പ്രായം കുറഞ്ഞ ഒരു മേയറാണ്. അപ്പോൾ നല്ല അടുപ്പമുണ്ട്, അറിയാം. നമ്മളെ മുടോമുള്ളാണ് വീട്. ഞാൻ 1-2 മരണങ്ങൾക്ക് പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്ന് സഹകരിച്ചു ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ്. പിന്നെ എന്താണ് ഇതിനകത്ത് ആ ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ ഒരു കേസ് ഈ പറഞ്ഞ ഡ്രൈവറുമായിട്ട് വന്നത്. ശരിക്കും അതിലെന്തെങ്കിലും തെറ്റുണ്ടോന്നുള്ള കാര്യം ഇനി അറിയില്ല. ഈ പറഞ്ഞത് ഞാനും കണ്ടില്ല. പക്ഷെ അത് അങ്ങനെ മേയർ ഒരു കാരണവശാലും രാജിവെക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷവും എൻ്റെ അഭിപ്രായം. കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ കണക്കാണ്. രാഷ്ട്രീയ കളി. അതെ, ഓക്കെ. ഇത് എതിർ വിഭാഗം കളിക്കുന്നതാണ്, ഈ രാഷ്ട്രീയ കളിയാണ്. ഇത് ഇത്രയും സംഭവിക്കാനും വഷളാക്കിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ആക്കി പോവേണ്ടതായിരുന്നു.
എന്നുവെച്ചാൽ അവരും നോക്കണ്ട് എൻ്റെ ഒരു മോളെ പ്രായമാണ് ഉള്ളത്, എന്താണ് അങ്ങോട്ടുള്ള ഒരു പ്രശ്നം സംസാരിച്ച് അങ്ങ് തീർക്കേണ്ടതായിരുന്നു. അത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവേണ്ട ആവശ്യം ഇല്ലായിരുന്നു, ആണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശരിക്കും യദുവിൻ്റെ പക്ഷത്താണോ മേയറുടെ പക്ഷത്താണോ? ഡ്രൈവറുടെ പക്ഷത്താണ്. അപ്പോൾ മേയർ കാണിച്ചത് തെറ്റാണ്. അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നോ? ബസ്സിനെ തടയാൻ പാടില്ലായിരുന്നോ? നിയമപരമായി നടപടി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീകരിക്കാം, അല്ല ബസ് തടഞ്ഞത് ശരിയല്ലെന്നുള്ളതാണ്. ഡ്രൈവർ പക്ഷത്താണ്. ഓക്കെ, ഭാഗത്താണോ യദുവിൻ്റെ ഭാഗത്താണോ? സ്വതന്ത്രമായ നിലപാട് പറ. സ്വാതന്ത്ര്യം ചേട്ടാ, ഇതിനെപ്പറ്റി ഞാൻ അധികം റിസർച്ച് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. എന്നാലും നമ്മളിങ്ങനെ രണ്ടുപേരെ ഇത് നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ ഇപ്പം മീഡിയാസിലൊക്കെ സംഭവം എത്തിയെന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ നമുക്കൊരു നിലപാട് പറയാൻ പറ്റും. അതിനൊരു വലിയ റിസർച്ചിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, നമ്മൾ രണ്ടുപേരെ ഇതും കേൾക്കുന്നുണ്ട്, പക്ഷെ അതിൽ ആരുടെ ഭാഗത്താണ് നമ്മളിപ്പോ നേരിട്ട് കണ്ട ഒരു വ്യക്തിയല്ല. നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ കണ്ടതേ ഉള്ളൂ. ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ആ ഒരു സ്ഥലത്ത് ഞാൻ സംഭവ സ്ഥലത്ത് നേരിട്ടില്ല, അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയാനും ചാൻസ് ഇല്ല. അറിയാവോ? ഇല്ല. അതും ആ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മീഡിയസില് റീൽസിലൊക്കെ ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടായിട്ടുണ്ടോ? കാണുമായിരിക്കാം, ചിലപ്പോ മേ ബി കാണുമായിരിക്കാം. മേയറുടെ ഭാഗത്തുനിന്നോ? മേയർ ക്രോസ് ചെയ്ത് വാഹനം കൊണ്ട് നിർത്തിയെന്നൊക്കെയാണ് കേസ് നടക്കുമല്ലോ, അപ്പം കോടതി തെളിയിക്കണ്ടേ? കോടതി തെളിയിക്കപ്പെടട്ടെ. ബസ് കളഞ്ഞിട്ടു അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നതാണ്. അധികാരികൾക്കാണ് ഇപ്പം എല്ലാം ഒരു ഇത്. നമ്മളെ പോലെയുള്ള പാവങ്ങൾ വിചാരിച്ചൊന്നും നടക്കൂല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നടക്കുള്ളൂ ഇവിടെ അല്ലേ? ഇപ്പോൾ ഇവിടെ നടക്കണത് നടക്കുള്ളൊന്നുമല്ല, നടന്നുകൊണ്ട് അധികാരികളുടെ ഇതാണ് അവർ വിചാരിക്കുന്ന നടക്കുള്ളൂ. പാവങ്ങളിപ്പോൾ വെറുതെ അതിൻ്റെ പറയുന്നത് നടക്കാന്നേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മറ്റുള്ളവരുടെ കൂടെ നിൽക്കുള്ളൂ, അവരുടെ കൂടെ നിൽക്കുള്ളൂ. അവർക്കൊരു നിലനിൽപ്പതാണല്ലോ. ഉദ്യോഗസ്ഥന്മാരുടെ നിലനിൽപ്പ് ഇപ്പം ന്യായമല്ല ഇവിടെ നോക്കണത്. അവരുടെ നിലനിൽപ്പാണ് അവരുടെ നിലനിൽപ്പ് നോക്കണം. ഓക്കെ, ശരി ചേട്ടാ. മേയറുടെ പ്രവൃത്തി എങ്ങനെ? തെറ്റായ കാര്യമാണോ ശരിയായ കാര്യമാണോ? തെറ്റായ കാര്യം തന്നെയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് അറിയാമല്ലോ. ഇനി അതിൽ വേറെ അഭിപ്രായം വേണ്ട കാര്യമില്ല. ഇത്രയും ജനങ്ങൾ അതിനകത്ത് തന്നെ യാത്രക്കാരിന് എത്ര പേരുണ്ടായിരുന്നു? ബസ്സിൽ ആൾക്കാരെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. അത് നമുക്കറിഞ്ഞില്ല. നമ്മൾ ആ വീഡിയോ കണ്ട് ഇത് വെച്ചിട്ട് പറയാണ് തെറ്റായ കാര്യം തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു KSRTC ബസ്സിന് നമ്മളിപ്പോൾ സാധാരണക്കാർ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ അറിയാലോ കേസ് എന്താവുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അറിയണം, നമുക്ക് എങ്ങനെയാണോ അതുപോലെ അവർക്കെതിരെ എടുക്കാം, കേസെടുക്കണം. അങ്ങനെ തന്നെയാണ്. ഈ ഡ്രൈവർ എങ്ങനെയാണ്? അതെനിക്കറിഞ്ഞുള്ളൂ അതിനെക്കുറിച്ച്. ഡ്രൈവറും ആര്യ നമുക്കൊരു മേയറാണ് എന്നുള്ള രീതിയിൽ അറിയാം. പൊതു പ്രവർത്തകയാണ് അല്ലെങ്കിൽ മേയറാണ് എന്നുള്ള രീതിയിൽ അറിയാം. ഡ്രൈവർ വ്യക്തിപരമായി നമുക്ക് അറിയുന്ന ആളല്ല. പക്ഷെ എല്ലാവർക്കും വേണ്ടി പറയാണ്, അത് കാണിച്ചത് വളരെ മോശമാണ് നമ്മളെ മേയർ. അത് ഒരിക്കലും കാണിക്കാൻ പാടില്ല. കാരണം മേയറുടെ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, ശരി. ഇത് അവരുടെ സ്വകാര്യ വാഹനത്തിൽ പിന്നെ ഒരിക്കലും തെറ്റായ കാര്യമില്ല. അതിപ്പോൾ ആരായിരുന്നു? ഔദ്യോഗിക വാഹനത്തിലാണെങ്കിൽ ഡ്രൈവർ തിരിച്ചറിയും. സത്യമായിട്ട് തിരിച്ചറിയും. വണ്ടി കാണുമ്പോൾ അറിയാലോ. പിന്നെ സത്യമായിട്ട് തിരിച്ചറിയും. ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്തത് ശരിയായില്ല തന്നെയാണ്. രാജിവെക്കേണ്ടി വരുമോ? അതറിയില്ല, പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെ. എങ്കിലും ഒരു DYFI പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് DYFI പ്രവർത്തകൻ കൊച്ചിയിലായിരുന്നു ഒരു 20 വയസ്സുള്ള സമയത്ത്. ഇപ്പം അതല്ല, ഇപ്പം പാർട്ടിയൊന്നുമില്ല. ഇപ്പം പാചകം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിതം മാത്രമേ പിന്നെ അത്രയേ ഉള്ളൂ. മൊബൈലിൽ കൂടെയാണ് ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ ചെയ്തത് വളരെ മോശമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്നെ കൊല്ലേണ്ട ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് അവരും ഗവൺമെൻറ് ജോലിക്കാർ, മറ്റവരും ഗവൺമെൻറ് ജോലിക്കാർ. അവൻ ഒരു തൃശ്ശൂരിൽ നിന്നും 10 മണിക്കൂർ വണ്ടി ഓടി വന്ന ഒരാൾ തളർന്നു വന്ന ആളാണ്. അപ്പം തികച്ചും അവർ കാണിച്ചത് അപമര്യാദയാണ്. ബസ് തളഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു. അതെയാണ് ഞാൻ എന്നാലും കുറച്ചേ കണ്ടുള്ളൂ. എനിക്ക് കുറച്ച് കണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുമ്പോൾ അതാണ് എനിക്ക് തീരെ യോജിപ്പില്ല. അതിൻ്റെ കൂടെ അവർ ചെയ്യാൻ പാടില്ല തന്നെയാണ്. ഡ്രൈവർ എങ്ങനെയാ? യദുവിനെ അറിയാമോ? എനിക്ക് അറിയില്ല. വെള്ളേണിയുള്ളതാണ്. അല്ല, ഞാൻ മൊബൈലിൽ കൂടെ കണ്ടതേ ഉള്ളൂ.
അയാൾക്കെതിരെയും ഒരുപാട് പരാതികൾ അവർ പറയുന്നുണ്ട്, യദുവിനെതിരെയും. അവർ പറയണല്ലേ, അവർക്ക് ഇനി പിടിച്ചിരിക്കാൻ വേറെ വഴിയില്ല, അതുകൊണ്ട് പറയണം. അവരെന്തോ പിന്നെ ആംഗ്യം കാണിച്ചു എന്നൊക്കെയാണ് പരാതി. അതിന് അങ്ങനെ തന്നെ എന്തെങ്കിലും പറഞ്ഞ് നിൽക്കണ്ടേ. മിക്കവാറും വണ്ടി സ്ലോ ചെയ്യാൻ വേണ്ടി കൈ പുറത്തോട്ടിട്ട് അപ്പൊ ഈ വണ്ടി സ്ലോ ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ച ആംഗ്യം അവർക്ക് വേറെ തോന്നിക്കാണോ? അതായിരിക്കാം വേറെ അർത്ഥത്തിൽ മിക്കവാറുള്ള ബസ്സിന്റെ ബാക്കിൽ നമ്മൾ ഹോൺ അടിക്കുമ്പോഴത്തേക്കൊക്കെ അവർ കൈ കാണിക്കാറ് പോവാനോ അല്ലെങ്കിൽ സ്ലോ ചെയ്യാനോ. ഞാനൊരു ഡ്രൈവറാണ്, ഞാൻ ഏകദേശം 10-12 വർഷത്തോളം ഡ്രൈവിംഗ് ഫീൽഡിൽ നിന്ന് ഇപ്പോൾ മതിയാക്കി ആണ് നിൽക്കുന്നത്, അതുകൊണ്ട് അറിയാം. ഈ വാഹനം നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിച്ച ആംഗ്യമായിരിക്കുന്നതാണ്. അതാണ് ചാൻസ്. കാരണം ഒയിലും താഴോട്ട് ഇങ്ങനെ കൈ സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിക്കാണാം, അവരെ എന്തെങ്കിലും ആംഗ്യം കാണിച്ചെന്ന് തോന്നിയിരിക്കാം. അതായിരിക്കാം ചാൻസ്, അല്ലാതെ വേറൊന്നുമില്ല. ഈ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു KSRTC ബസ് തടഞ്ഞിട്ട സംഭവം ഏറെ വിവാദമായിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണെന്നുള്ള ഞാൻ കാണാത്തത് കൊണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ മീഡിയയിലൊക്കെ ഒരുപാട് ചാനലിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കാൻ വന്ന വിഷയം, മേയർ ആര്യ രാജേന്ദ്രൻ ഒരു KSRTC വാഹനം തടഞ്ഞിട്ട സംഭവം അടുത്തിടെ വലിയൊരു വിവാദമായി. അതിപ്പോൾ കോടതി ഇടപെട്ട് മേയർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ശരിക്കും അവർ രാജിവെക്കേണ്ടി വരുമോ? അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ഈ ഇഷ്യൂസിൽ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത്? പൊതുവേ KSRTC ബസ്സിൻ്റെ പോക്ക് അല്പം മോശമാണ്. ഞങ്ങൾ തന്നെ ബൈക്കുമായിട്ട് റോഡിലൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് മാത്രമല്ല പല വാഹനങ്ങൾ വളവ് കയറി അവർ വരുന്ന കാണുമ്പോൾ തന്നെ അപകടകരമായ രീതിയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഈ മേയറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മേയറിൻ്റെ വാഹനത്തിൻ്റെ പുറകെ കിടന്ന് അവർ ഹോൺ അടിക്കുകയും ചേസ് ചെയ്യുകയും പിന്നെ അവർ MVDയോട് പോയി പരാതി പറഞ്ഞപ്പോഴും വന്ന് മോശമായ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞെന്ന് ഇങ്ങനെ വാർത്തയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാ KSRTC ഡ്രൈവേഴ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ചിലരുണ്ട് നല്ലവരുണ്ട്. ശരിക്കും ഈ ഡ്രൈവർ എങ്ങനെയാണ് കേട്ടറിഞ്ഞിടത്തോളം? എനിക്കറിയില്ല, പുള്ളിയെ പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല. രണ്ട് ഭാഗത്തും കേസെടുത്തിട്ടുണ്ട്. പുള്ളിയുടെ പരാതി വാഹനം കൊണ്ട് ക്രോസ് ചെയ്ത് സീബ്ര ലൈനിൽ വിട്ട് തടഞ്ഞു എന്നാണ് പരാതി. അതിനകത്ത് ശരിക്കും എന്തെങ്കിലും കഴമ്പുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ KSRTC ഡ്രൈവേഴ്സ് നമ്മളിപ്പം കേരളത്തിലെ ഗതാഗത റോഡ് അറിയാമല്ലോ, അപ്പോഴത്തേക്ക് ചെറിയ ചെറിയ റോഡുകളാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൂടെയൊക്കെ ഇത്രയും വേഗത്തിലും കാര്യങ്ങളിലൊക്കെ പോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ടാകും. ചോദ്യം ചെയ്തതിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. വേറെ ഭാഗത്ത് വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല, അതാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? അല്ല, തെറ്റ് തന്നെയാണ്. ഇപ്പോൾ കോടതി കേസെടുത്തിട്ടുണ്ട്. അതെ, വായിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞിട്ട സംഭവം സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. കേസ് കോടതിയിലുമെത്തി. ഇനി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.